അഭിനേതാക്കൾക്കെതിരെ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനകൾ രംഗത്ത്. ഷൂട്ടിംഗ് വൈകാൻ കാരണം നടീനടന്മാരുടെ അനാസ്ഥയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ പുതുക്കിയ സേവന വേതന കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിലായിരുന്നു വിമർശനം. നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സും ബഡ്ജറ്റും ഒക്കെ വല്ലാതെ കൂടുമ്പോൾ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ചേർന്നിട്ടുള്ള ഒരു 3 കക്ഷികൾ അടങ്ങുന്ന ഒരു കരാറിന്റെ ആവശ്യമുണ്ട്. കാരണം ഇതേ ബഡ്ജറ്റിൽ ഇതേ ദിവസങ്ങൾക്കുള്ളിൽ ഇത് ചെയ്ത് തീർക്കും, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈ 3 പേർക്കാണ് എന്നുള്ള ഒരു എഗ്രിമെന്റ് ഞങ്ങളോട് ഇവർ ആവശ്യപ്പെട്ടു. പക്ഷെ 4ാമതൊരു കക്ഷി വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. 4ാമത്തെ കക്ഷി നടന്മാരാണ്. 1 ലക്ഷം രൂപ കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന എല്ലാ നടന്മാരും ഈ കരാറിന്റെ ഭാഗമാകണം. കാരണം സിനിമ ബഡ്ജറ്റ് കീറുന്നതിലും സിനിമയുടെ ഷൂട്ടിംഗ് വൈകുന്നതിലും നടന്മാർക്കുള്ള ഉത്തരവാദിത്വത്തിന്റെ 10% സാങ്കേതിക പ്രവർത്തകർക്കില്ല എന്നുള്ളതാണ് സത്യം. അനീഷ് ദേവസ്യാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്തൊക്കെയാണ് അവർ പറയുന്നത്? അനീഷ്, ഈ മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചോളം നിർണായകമായ ഒരു കരാറിലാണ് ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെ ജോലി സമയവും അവകാശങ്ങളും സംബന്ധിച്ചുള്ളതാണ് പുതിയ ധാരണാപത്രം. ഈ പുതിയ ധാരണാപത്രം അനുസരിച്ച് തൊഴിലാളികളുടെ ജോലി സമയം 16 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായി കുറച്ചിട്ടുണ്ട്. നേരത്തെ 16 മണിക്കൂർ എന്നുള്ളത് ചില സമയങ്ങളിൽ അത് 24 മണിക്കൂർ വരെ നീണ്ടുപോകാൻ പോയിട്ടുണ്ട്. ഇതിനായി ഈ കരാറുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ നടന്മാർക്കെതിരെ ഒരു കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ ഷൂട്ടിംഗ് വൈകാനുള്ള ഒരു പ്രധാന കാരണം ഈ നടന്മാരുടെ ഒരു അനാസ്ഥയാണെന്നും നിലവിലുള്ള ഈ തൊഴിൽ നിയമം അംഗീകരിക്കാനായില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത് സംബന്ധിച്ച് ഈ കരാർ സംബന്ധിച്ച് ലിസ്റ്റിൻ ജോസഫ് ഒരു പ്രതികരണം നടത്തിയത് 3 വർഷമായി ഈ തൊഴിലാളികൾ പഴയ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത് പറയുന്നത്. അതേസമയം ഈ താരങ്ങളുടെ ഒരു പ്രതിഫലം കുറയ്ക്കണമെന്നും ലിസ്റ്റിൻ ജോസഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അമ്മയ്ക്ക് കത്തയച്ചിട്ടുണ്ടെന്നും നിലവിൽ ഈ സിനിമകൾക്ക് ബിസിനസ് ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശരി, അനീഷ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.